ഒന്ന് മാറും പ്രമാണ ലംഘനം, ഭയങ്കര ബന്ധന. നമ്മൾ അത്ര സുഖമെടുത്തെങ്കിൽ അതിനാനുപാതികമായൊരു സഹനം എടുക്കേണ്ടി വരും. വിശുദ്ധീകരണം ഉണ്ടാകും. ഓരോ സുഖം കഴിയുമ്പോൾ ഓർത്തോണം അതിനുവേണ്ടി ഒരു ശുദ്ധീകരണം ഉണ്ടാകും. ഹല്ലേലൂയ. പലപ്പോഴും പറയാറുണ്ട്, പാപം ചെയ്യാൻ നല്ല സുഖമാണ്, പക്ഷെ പാപത്തിന്റെ പരിണിത ഫലം അത്ര സുഖമായിരിക്കില്ല. പാപത്തിന്റെ പരിണിത ഫലം വരുമ്പോൾ അത് അശുദ്ധി കയറുമ്പോൾ പിന്നെ അത് ശുദ്ധീകരണം നടന്നേ പറ്റുള്ളൂ. അല്ല, ഇസ്രായേൽ ജനം ഒരു കാളക്കുട്ടി ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ്. പെട്ടെന്ന് അവർ പറയുന്നുണ്ട്, തീക്കകത്തോട്ട് അങ്ങ് ഇട്ട് ഉടനെ തന്നെ ഒരു കാളക്കുട്ടി, സ്വർണം കൊണ്ടുള്ള കാളക്കുട്ടി പുറത്തു വന്നു. പക്ഷെ അതിനുശേഷം ആ ഒറ്റ തെറ്റിന് ഇവർ എത്ര നാള് സഹനത്തിയിലൂടെ പോകേണ്ടി വന്നറിയാം. ശുദ്ധീകരണം ആവശ്യപ്പെടും. ഓരോ പാപം ചെയ്യുമ്പോഴത്തുള്ള ദൈവം നിന്നെ അതോടെ വിട്ടില്ല. കാരണം ദൈവം എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക.